വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ട്. പേൾ ഖത്തറിലേക്ക് പോകാനാണ് പ്ലാൻ. തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പേൾ ഖത്തറിൽ പോകുന്നത്. മാത്രമല്ല ഞാൻ ഇവിടെ പൊതുവേ സ്ഥലങ്ങളിൽ പോകുന്നത് വളരെ കുറവാണ്, ഇങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൊളീഗ്സ് എല്ലാം കൂടി, കൊളീഗ്സ് കം ഫ്രണ്ട്സ്, ഓക്കെ, എല്ലാവരും കൂടി ഒന്ന് പുറത്തൊന്ന് പോയി ചില്ലാക്കാനുള്ളൊരു പ്ലാനാണെന്ന്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല എവിടെയാണിത് എന്നുള്ളത്. മെട്രോയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേൾ ഖത്തറിലെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ട് ഊബർ വിളിച്ചു. ഇവിടെ അടുത്ത് ഞാൻ നടക്കാനുള്ള ദൂരമില്ല, പക്ഷെ എനിക്ക് അത്രയും വെയിലത്ത് നടക്കാൻ വയ്യാത്തതുകൊണ്ട് മടി കാരണം, പൈസ പോട്ടെ എന്നാലും മടി ജയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ മെട്രോ കാർഡ് എൻ്റെ അടുത്തില്ല. അപ്പം 3 മെട്രോ കാർഡ് ഉണ്ട്. ശ്രീജിത്തിൻ്റെയും അയാളെന്തൊക്കെയോ വേറെ ആരുടെ ഫോണിൽ. അപ്പം എൻ്റെയും ശ്രീജിത്തിൻ്റെയും ശ്രീജിത്തിൻ്റെ 2 ഫ്രണ്ട്സിൻ്റെയും 3 മെട്രോ കാർഡ് ഉണ്ട്. ഇതിൽ ഏതിലാണ് പൈസ ഉള്ളതെന്ന് അറിയില്ല. അവിടെ 3 എടുത്ത് കൈ പിടിച്ചു. മെട്രോ സ്റ്റേഷൻ, ഓക്കെ. Metro to going Musharraf. Change. Other around 10. Okay. ഇനി കോമഡികൾ. ഞാൻ നേരത്തെ 3 മെട്രോ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചില്ലായിരുന്നോ? ആ 3 മെട്രോ കാർഡും പെട്ടെന്ന് ഞാൻ പിന്നെ ഊബർ ഇറങ്ങിയപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് അത് 3 ഇങ്ങനെ ഊബറിൽ മിസ്സാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ മെട്രോ കാർഡ് എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ആ 3 മെട്രോ കാർഡും എൻ്റെ ബാഗിനകത്ത്. എന്തൊരു കഷ്ടം. ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. മെട്രോ സ്റ്റേഷനകത്ത് എത്തിയപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എത്തുമായിരിക്കും. രണ്ടുപേരും മുന്നിൽ പോയിട്ട് ഞാൻ പിറകെ പോവുകയാണ്. ഒരാൾക്ക് പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ വീഡിയോ എടുക്കുന്നില്ല. ബാക്കി ഞങ്ങൾ 3 പേരുടെ വീഡിയോ ഉണ്ടാവും. ഒരാളെ വേറെ വീഡിയോ വെയിറ്റ് ചെയ്യുക, ഞങ്ങളെ തട്ടപ്പിടിക്കണം. എക്സിറ്റ് 1-ൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ലിങ്ക് ബസ്സിൽ കയറാം. ലിങ്ക് ബസ് കയറും. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഇവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എവിടേക്കോ എന്തൊക്കെയോ നോക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലിങ്ക് ബസ്സിൽ കയറിയിട്ട് നമ്മൾ പേൾ ഖത്തറിലെത്തും. പേൾ ഖത്തറിൽ ഐഡിയ ഉള്ളത് പോലെയാണ് ഷൈമത്ത പോകുന്നത്. അതെ, മുന്നിൽ അവൾ പോകുന്നുണ്ട്. പിന്നെ എന്താ അറിയോ, ഇന്ന് ജൂൺ 21. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് പകല് കുറേ ദൈർഘ്യമുള്ള ദിവസം എന്നൊക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പം ഇത്രയും സമയം 6 മണി ആയില്ലല്ലോ, പക്ഷെ നല്ല വെയിലുണ്ട്. അത്യാവശ്യം വെയിലുള്ള സമയത്ത് ഇവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലിങ്ക് ബസ്സിൽ കയറാൻ പോകാം. വേറെ ഒന്നുകൂടെ ഉണ്ട്, ഇന്നലെ അത്ര ചൂടില്ല, സത്യം നടക്കാൻ പറ്റും. അവള് മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചോദിച്ച് മേടിക്കുന്ന ഒരു പബ്ലിക് ബോധമില്ലാത്ത 2 എണ്ണം കണ്ടോ. അതല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ തന്നെ തിരിച്ചു കയറി. നമ്മൾ ഡ്രൈവറെ വിളിച്ച് കയറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും യഥാർത്ഥ സ്ഥലത്തേക്ക് പോകുമ്പോൾ പക്ഷെ ഇവിടേക്ക് എന്തൊക്കെയോ കാണാനുണ്ട്. എന്താ കാണാനുള്ളതെന്ന് ഞങ്ങൾക്കും അറിയില്ല. പോയി നോക്കട്ടെ. ഇതാണ് ഖത്തറിന്റെ എന്തെന്ന് പറഞ്ഞത്, ഏറ്റവും പോഷ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഖത്തറിന്റെ ഒരു ഇത്. നീ എന്താ ക്യാമറയിലോട്ട് നോക്കട്ടെ. ഓക്കെ, ഇനി ബാക്കി പറ. ഇവിടെ എന്താണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്. ഇവളാണ് എനിക്ക് ഖത്തറുണ്ടായത് എങ്ങനെ, ഖത്തറിലെ ആളുകൾ എങ്ങനെ എത്ര പൈസക്കാരെന്നുള്ള സ്റ്റോറിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് അറിയാം. എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻ ഖത്തറിന്റെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതോ. ഇവിടെ ഏതൊരു പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഈ ഒരു പ്ലേസിൽ മാത്രം എങ്ങനെ ഇത് പ്രോപ്പർട്ടി വേണമെങ്കിൽ പ്രോപ്പർട്ടി നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് മാത്രം. ഇതാണ് ഡെക്ക് ലേക്ക് എന്ന് പറയുന്നൊരു സ്ഥലം. കണ്ടോ, ഡെക്ക് ലേക്ക്. ഓ, ഇതാണ് അപ്പം ഡെക്ക് ലേക്ക്. ഇവിടെയൊക്കെ കാണാൻ കുറേ നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ്, നല്ല പാർക്ക്, അടിപൊളി. നമുക്ക് സമയം ഉണ്ടെങ്കിൽ വരാം, അങ്ങോട്ട് നൈറ്റ് വരാം.
കണ്ടോ, ഇതാണ് ഖത്തറിന്റെ, ശില്പ പറഞ്ഞ ഖത്തറിന്റെ യൂറോപ്പ്. ആണ് കംപ്ലീറ്റ്. ഓക്കെ, വായിക്കിടയിലാണ് ഒരു പ്രാവശ്യം എന്താ പറയാ ഇത് കണ്ടുപിടിച്ചത്. അവരിങ്ങനെ കുറച്ചധികം അതെന്താ കാരണം വെച്ചാൽ സൗദി ആയിട്ടുള്ള ഒരു കപ്പൽ കാരണം ഇവരെന്ത് ചെയ്തു എല്ലാ ഗ്യാസ് കൊണ്ടാണ് മെയിനായിട്ട് ഇവരൊരു ഇതായത്. ഖത്തറീസ് ഏറ്റവും എനിക്ക് തോന്നുന്നു ലോകത്തിലെ എത്രാമത്തെ സമ്പന്ന രാജ്യമാണ് ഖത്തർ. സമ്പന്ന രാജ്യമാണ് ഇപ്പൊ ഖത്തർ. UK-യുടെ ഓൾമോസ്റ്റ് കുറേ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഖത്തറിലൊക്കെ, നമ്മുടെ ഖത്തറിലെ ആളായിട്ട് മിക്കവാറും നമ്മളെ മൊത്തം കറക്കി ബസ്സിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഡ്രൈവർ ഞങ്ങളെ കൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇയാൾ അടിപൊളി സ്ഥലത്തേക്ക് കാണിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ അവസ്ഥ എന്നറിയില്ല. ഞങ്ങളിവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക, കുറേ ടൈമായിട്ട് ഇതിങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ഏതൊരു സ്ഥലത്ത് ഇവിടെ ഒരു പാസഞ്ചർ പറഞ്ഞേ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങിക്കോ, അതാ നല്ലതെന്ന്. അപ്പം ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ഡ്രൈവർ വിളിച്ചിട്ട് അതല്ല യഥാർത്ഥ സ്ഥലം വേറെ എന്നൊക്കെ പറയാൻ എടുത്ത് കയറ്റി. ഇപ്പം ഞങ്ങളിങ്ങനെ കുറേ സമയമായിട്ട് ഈ ബസ് കിടന്നിട്ട് ചുറ്റുക. ഇത് ഇങ്ങനെയാണോ എവിടെയെങ്കിലൊക്കെ ഇറങ്ങും. ചേട്ടന് മലയാളം അറിയും. മോർണിംഗ് ക്ലാസ് വെക്കേ സെറ്റ് മറ്റേ ഊട്ടിപ്പടണം പാട്ടും കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. ശില്പ രണ്ട് പോർച്ചുഗ മുകളിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇനി ഞാൻ താഴെ ഒരിടത്തേക്ക് പോകണം. സോ ഇതാണ് ഇതിൻ്റെ പാത്ത് വേ, കണ്ടോ, ഇതിലൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇപ്പോൾ പേൾ ഖത്തറിലെത്തി. ഈ പേൾ ഖത്തർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമല്ല, ഇത് അതിൻ്റെ ഒരു കോർ ഭാഗമാണെന്ന് മാത്രം. ഇതല്ലാണ്ട് ഒരുപാടുണ്ട്, ഒരുപാട് സൈഡുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡ്രൈവർ ഇവിടെ ഇറക്കി. ഇവിടെയാണ് എങ്ങനെ ഖനാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഒരു ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടിൽ പോകണമെങ്കിൽ കുറേ പൈസ വേണം തോന്നണം അല്ലേ? ഇല്ല 25 റിയാലേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ 25 റിയാൽ കൊടുത്ത് പോകട്ടെ ഒരാഗ്രഹം ഇപ്പം ഇല്ലാത്തതുകൊണ്ട്. അതെ ശില്പ ഇവരൊക്കെ ഭയങ്കര സൈലന്റ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മാത്രം ബ്ലാ 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 ബ്ലാ. പക്ഷേ ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ ഇവരാണ് എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഓഫായിരിക്കും. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നോ? എന്താണ് ഇത്? വീഡിയോ ആയിരിക്കും മിക്കവാറും അല്ലേ? ടൈമർ അല്ലെങ്കിൽ ആ ചേട്ടനോട് പറയാം. ഇവിടെ ഓൾമോസ്റ്റ് മലയാളികളല്ല, കൂടുതലും മറ്റേ ആൾക്കാർ.
ഇവിടെ അങ്ങനെ മറ്റൊരു വരില്ല. അപ്പം നമ്മളിവിടെ ഇങ്ങനെ പേൾ ഖത്തറിൽ ഇരിക്കുകയാണ്. പേൾ ഖത്തർ എന്ന് പേര് വന്നത് എന്തുകൊണ്ടായിരിക്കും അറിയോ? പേൾ ഖത്തർ, പേൾ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നിന്നായിരുന്നു ഈ ഈ സ്ഥലത്താണ് മറ്റേ പേള് പേൾ എടുത്തുണ്ടായിരുന്നു. മറ്റേ ഓ, ഖത്തറിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഖത്തറീസ് ആദ്യം ഭയങ്കര ഇത്ര റിച്ച് ഒന്നും അല്ലായിരുന്നു. ഇവർക്ക് ഇവിടുന്ന് ഒരു പേള് കിട്ടി അല്ലേ? അല്ലടി സത്യല്ലേ? ഒരു പേള് കിട്ടി. ഈ പേളില് ഭയങ്കര വിലപിടിപ്പുള്ള പേളായിരുന്നു. ഖത്തർ മുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പോഷായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കിയതും ഇതിന് പേൾ ഖത്തർ എന്ന് പേര് വരാനും കാരണം. ഇവിടെ ഒരു എവിടെയാ? അങ്ങോട്ടേക്കാ മ്യൂസിക് സ്റ്റെപ്സ് അങ്ങോട്ടേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല പേൾ ഖത്തർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നതാണ് മൊത്തത്തിൽ പേൾ ഖത്തർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയൊരു സ്പോട്ടിൽ മാത്രമാണ്. ഇവിടെ നമ്മളിപ്പോൾ തിരഞ്ഞോട് നടക്കുന്നത് ഈ പിയാനോ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല മ്യൂസിക് കേൾക്കുന്നതാണ് പറയപ്പെടുന്നത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നടക്കുകയാണ്. എവിടെയാണെന്നറിയില്ല, ചുറ്റും നടക്കുകയാണ്. ചൂട് മീൻസ് വെയിലില്ലാന്നേ ഉള്ളൂ. ഹ്യൂമിഡിറ്റി ഹൈ ആണ്. വേർത്തൊരു വഴിയായി. ഓക്കെ, അപ്പം നമ്മളെ ശില്പച്ചേച്ചി മുന്നിൽ നടക്കുന്നുണ്ട്. ശില്പയുണ്ടല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ വിളിക്കുന്നത് എന്താണെന്നറിയോ? സിപ്ലക്കുട്ടി. ചളിക്കിൻ്റെ വായി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആരെ ഛർദിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ പിയാനോ സ്പോട്ട് കണ്ടുപിടിച്ചില്ല. കുറേ സ്റ്റെപ്പ് കയറി ഇറങ്ങി കിതയ്ക്കുന്നൊന്നല്ലാതെ പിയാനോ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുറേ ഗൂഗിൾ നോക്കി, അപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നു. ഷൈമക്കുട്ടി എവിടുന്നോ പിയാനോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വിഴല്ലേ. അത് ചൂടൊരു രക്ഷയില്ല. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലൂടെ പോയാൽ മതി. അപ്പോൾ അതിലൂടെ പോയി നോക്കട്ടെ. പിയാനോ മ്യൂസിക്. താഴേന്ന് അപ്പോൾ നമ്മൾ പേൾ ഖത്തർ അവസാനിപ്പിച്ചു. ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും തണലത്തേക്ക് കയറിയിരിക്കുക എന്നുള്ളതാണ്. അതായത് AC-യിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ തന്നെ ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ മാളായിട്ടുള്ള വെൻഡോ മോളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. റീസെന്റ് വന്ന മോളാണ് നമ്മുടെ വേൾഡ് കപ്പിന് ആ ഒരു സമയത്ത് റീസെന്റ് വന്നിട്ടുള്ള മോളാണ്. പിന്നെ നല്ല ബിൽഡപ്പ് ഒക്കെ ആളുകൾ പറയുന്നു. മോളാണ് ശരിക്കും. അത് പോയി നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ അവിടെ നോക്കി അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ ആ വീഡിയോയിൽ കാണിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതായത് വെൻഡോ മോളിന്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. അതുവരെ ബൈ.